പാഠം 498 ചലനത്തെ സംബന്ധിച്ച ചില നിയമങ്ങൾ. എവിടെ പോയി? ഭാമേ, ഭാമേ, എന്താ? എന്റെ കണക്കെഴുത ഡയറിയോടെ. ഞാനങ്ങനെ അറിയും? അത് മോഹനല്ലേ സൂക്ഷിച്ചു വെക്കണത്? ഞാനത് ഇവിടെയാണല്ലോ വെക്കാറുള്ളത്, ഇവിടെ ഇല്ല. ആ, അവിടെ ഇരുന്ന് മടുത്തപ്പോ ഡയറി എഴുന്നേറ്റ് പോയിട്ടുണ്ടാവും. എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം പണി കിടക്ക. അതിലൊന്നും മോഹനേട്ട സഹായിക്കില്ലല്ലോ, ഞാൻ തന്നെ ചെയ്യണ്ടേ? അതിനിടയിൽ മോഹനേട്ടന്റെ ഡയറി അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കൂടി എനിക്ക് നേരമില്ല. വേണമെങ്കിൽ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കേ. ഞാൻ വെച്ചെടുത്തത് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നിന്നെ വിളിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ. ഇവിടെ ഇരുന്ന ഡയറി നീ എടുത്ത് മാറ്റിയത് കൊണ്ടാണല്ലോ നിന്നെ വിളിച്ചത്. ഓ, ഞാൻ എടുത്തിട്ടില്ല മോഹനേട്ടാ. അല്ലെങ്കിൽ തന്നെ എനിക്ക് മോഹനേട്ടന്റെ ഡയറി എന്തിനാ? ഭാമേ, ഈ ഡയറി എന്ന് പറയുന്നത് ജീവനില്ലാത്ത ഒരു വസ്തുവാണ്. അത് ഒരിടത്ത് വെച്ചാൽ അവിടെ തന്നെ ഇരിക്കും. ഐസക് ന്യൂട്ടന്റെ ചലനത്തെ സംബന്ധിക്കുന്ന നിയമങ്ങളെ കുറിച്ച് നിനക്കറിയാമോ? ഒന്നാമത്തെ നിയമം അനുസരിച്ച് ഒരു വസ്തു ഒരിടത്ത് വെച്ചാൽ അത് അവിടെ നിന്ന് മാറണമെങ്കിൽ പുറമേ നിന്നൊരു ബലം അതിന്റെ മേൽ പ്രയോഗിക്കേണ്ടി വരും. ഇവിടെ വെച്ച ഡയറി ഇവിടെ നിന്ന് മാറണമെങ്കിൽ ആരെങ്കിലും അതെടുത്ത് മാറ്റണം എന്ന് ചുരുക്കം. മോഹനേട്ടൻ രാവിലെ എന്നെ അടുക്കളയിൽ നിന്ന് വിളിച്ചു വരുത്തി കെമിസ്ട്രി പഠിപ്പിക്കുക. ഇത് കെമിസ്ട്രി അല്ല, ഫിസിക്സാ. ഫിസിക്സ്. ഞാൻ ആ ഫിസിക്സ് കേട്ടോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ 9 മണി കഴിയുമ്പോഴേക്കും മോഹനേട്ടൻ കൈയും കഴുകി കാപ്പ് കുടിക്കാൻ വന്നിരിക്കുമ്പോ ഞാനപ്പോഴേ കൈ മലർത്തി കാണിക്കേണ്ടി വരും. വിശക്കുമ്പോ ഫിസിക്സ് ഒഴുകി തിന്നാ പോരല്ലോ. അതുകൊണ്ട് മോഹനേട്ടൻ ഇവിടെ ഇരുന്ന് ഡയറി തപ്പ്, ഞാൻ എന്റെ പണി ചെയ്യട്ടെ. ഫിസിക്സ് പുഴുങ്ങി തിന്നാനുള്ള സാധനമല്ല. ഞാൻ വളരെ ന്യായമുള്ളൊരു പ്രശ്നം പറയുമ്പോ അതിന് മറുപടി പറയാതെ ഫിസിക്സിനെ കുറ്റം പറഞ്ഞ് നീങ്ങി പോകുന്നു. മോഹനേട്ടന്റെ ഭാഗത്ത് ഒരു ന്യായമില്ല. ഡയറി മോഹനേട്ടന്റെയാ, അതിൽ കണക്കെഴുതുന്നതും മോഹനേട്ടനാണ്, ആ ഡയറി സൂക്ഷിച്ചു വെക്കുന്നത് മോഹനേട്ടനാണ്. അപ്പൊ അത് കാണാതെ പോയാൽ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് ആരാണ്? മോഹനേട്ടനാണ്. ഞാൻ അന്വേഷിച്ചിട്ട് കാണാത്തത് കൊണ്ടാണല്ലോ നിന്നോട് ചോദിച്ചത്. മോഹനേട്ടൻ ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ ഇവിടുത്തെ പണിയെല്ലാം നിർത്തിവെച്ച് മോഹനേട്ടന്റെ കൂടെ ഡയറി തപ്പണോന്നാ? ഓക്കെ, ഞാൻ റെഡിയാ. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കഴിയുമ്പോ ഭാമേ കാപ്പി, ഭാമേ ഊണ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരരുത്. അല്ലെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട്. മോഹനേട്ടൻ ഇവിടുത്തെ പണിയെല്ലാം ചെയ്യും, ഞാൻ പോയി ഡയറി തപ്പാം. അതെങ്ങനെയുണ്ട്? ഭാമേ, ആ ഡയറി നീ എടുത്ത് എവിടെയോ വെച്ചതാണ്. ചിലപ്പോ നീ മറന്നുപോയതായിരിക്കും. പക്ഷെ അത് എവിടെയാണ് വെച്ചതെന്ന് നിനക്കല്ലേ അറിയാവൂ. എനിക്ക് കുറെ കണക്കെഴുതാനുണ്ട്. ഓരോ ദിവസത്തെയും കണക്കുകൾ അന്നെന്ന് എഴുതി വെച്ചില്ലെങ്കിൽ ഒടുവിൽ ഏതെങ്കിലും ഒരു കണക്ക് മറന്നുപോയാലോ? വീട്ടിലേക്ക് അരിയും പഞ്ചസാരയും വാങ്ങിയ കണക്കല്ലേ? ആ കണക്കിൽ എന്തെങ്കിലും വിട്ടുപോയാലും ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. മോഹനേട്ടന്റെ ശുഷ്കാന്തി കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കണക്കൊക്കെ ഇൻകം ടാക്സ് കാണിക്കാനാണെന്ന് തോന്നുന്നു. പണം ചെലവാക്കുന്ന കാര്യത്തിലും എനിക്ക് കൃത്യമായ കണക്കുകളുണ്ട്. ആ കണക്കുള്ളത് കൊണ്ടാണ് നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് കാശുള്ളതും നമുക്ക് ബാധ്യതകളില്ലാത്തതും. എന്റെ അത്രയും സമ്പാദ്യമുള്ള വേറെ ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടോ? ഇല്ല. എങ്ങനെ ഉണ്ടാവാനാ? ഉമ്മിനീര് മാത്രം വിഴുങ്ങി പിശുക്കി പിശുക്കി ഉണ്ടാക്കുന്ന കാശല്ലേ. മറ്റുള്ളവരൊക്കെ പണം സമ്പാദിക്കുന്ന കൂട്ടത്തിൽ അത് ആവശ്യത്തിന് ചെലവാക്കും. ഇവിടെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് കൂടി പോകും. ഫോൺ അടിക്കുന്നു, ഒന്ന് പോയി നോക്കും മോനട്ടാ. എനിക്ക് മനസ്സില്ല. കഷ്ടം തന്നെയാണ്. ഇതിന് ഞാൻ തന്നെ വേണം. ഹലോ, അതെ. ആ, സത്യഭാമയാണ് സാർ. ഉണ്ട്, മോഹനേട്ടനുണ്ട്. ഓ, ശരി സാർ. ആ, മോഹനേട്ടന് കൊടുക്കാം സാർ. മോഹനേട്ടനാ തഹസിൽദാര്. ഹലോ, നമസ്കാരം സാർ. അതിലൊന്നും വലിയ കാര്യമില്ല സാർ.
സാർ ആദ്യമായിട്ടല്ലേ എന്നോട് ഇങ്ങനെ ഒരു ആവശ്യം പറയുന്നത്. അപ്പൊ പിന്നെ ഞാൻ സഹായിക്കാതെ പറ്റുമോ? ബുദ്ധിമുട്ടോ? സാർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു ബുദ്ധിമുട്ടും ഇല്ല. ആ ശരി സാർ. അപ്പൊ തഹസിൽദാർക്ക് വില്ലേജ് ഓഫീസർ കാശ് കടം കൊടുത്തു? തീർച്ചയായും. തഹസിൽദാർ ചോദിച്ച 50,000 രൂപ ഇന്നലെ വൈകിട്ട് കൃത്യമായിട്ടും വീട്ടിലെത്തിച്ചു കൊടുത്തു. എവിടെ നോപ്പിച്ചു കാശ്? സഹകരണ ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എടുത്തോ? അത് നീ അറിയേണ്ട കാര്യമില്ല. മോഹനകൃഷ്ണൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തും എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അല്ല, എന്നാലും വില്ലേജ് ഓഫീസർ ആ കാശ് എവിടെ നിന്ന് ഉണ്ടാക്കിയത്? ബാങ്കിൽ നിന്ന് കാശ് എടുക്കാൻ ഒരു സാധ്യതയില്ല. ആമേ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്തേ? തഹസിൽദാർ ഇന്നെ വിളിച്ചൊരു ചെറിയ സഹായം ചോദിച്ചു. പുള്ളിക്കാരന്റെ ഇളയ മകളുടെ MBBSന്റെ അഡ്മിഷന്റെ പ്രശ്ന. കയ്യിലുള്ള മുഴുവൻ എടുത്തിട്ടും കാശ് തികഞ്ഞില്ല അത്ര. എന്നോട് ഒരു 50,000 രൂപ ചോദിച്ചു. അതിനെന്താ പ്രശ്നം? മോഹനേട്ടന്റെ സഹകരണ ബാങ്കിലെ അക്കൗണ്ടിൽ കാശ് ഇഷ്ടംപടി കിടക്കുകയല്ലേ, അതിൽ നിന്ന് എടുത്തു കൊടുക്കണം. ഞാനത് ആലോചിച്ചു. പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഭാവി. സഹകരണ ബാങ്കിലെ പൈസ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണല്ലോ. 2 ആഴ്ച കഴിഞ്ഞാലേ കാലാവധി പൂർത്തിയാവും. അതിനു മുമ്പെടുത്ത പലിശ കുറയും. എങ്കിൽ പിന്നെ ആരുടെങ്കിലും വായ്പ വാങ്ങ്. ഞാനൊരു വില്ലേജ് ഓഫീസറല്ലേ? വില്ലേജ് ഓഫീസർ കടം വാങ്ങാന്ന് വെച്ചാല് തഹസിൽദാർക്ക് കടം വാങ്ങാമെങ്കിൽ പിന്നെ എന്താ വില്ലേജ് ഓഫീസർ കടം വാങ്ങിക്കൂടെ? അതുപോലല്ലോ ഇത്. വേറെന്താ ഒരു വഴി? ഒരു വഴിയില്ല. ഒന്നെങ്കിൽ ബാങ്കിലെ പൈസ എടുക്കണം, അല്ലെങ്കിൽ കടം വാങ്ങണം. അത് രണ്ടും അല്ലെങ്കിൽ തഹസിൽദാരോട് പൈസ ഇല്ലാന്ന് പറയണം. പക്ഷേ അങ്ങനെ പറഞ്ഞ തഹസിൽദാർ എന്ത് കരുതും? എന്ത് കരുതാ മോനിട്ടാ? എന്റെ കൂടെ ജോലി ചെയ്യുന്ന സത്യപാലൻ ഇന്നലെ 20,000 രൂപ എന്നോട് കടം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല എന്ന്. കയ്യിൽ കാശിലെ പിന്നെ എന്ത് ചെയ്യാനാണ്? എന്തായാലും ബാങ്കിൽ നിന്നല്ല, പിന്നെ എവിടെ നിന്നായിരിക്കും? കടം വാങ്ങാനുള്ള സാധ്യതയുമില്ല. അപ്പൊ പിന്നെ അത് അറിയണമല്ലോ. ഇവിടെ ഈ ഡയറിയില്ലേ കാണാതെ പോയി മോഹനേട്ടൻ പറഞ്ഞത്? ഇപ്പൊ ഇത് എവിടുന്ന് കിട്ടി? ആരായത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? എന്തു പറ്റി? സാറിന് മിണ്ടാട്ട് മുട്ടിപ്പോയോ? ഐസക് ന്യൂട്ടന്റെ ചലനത്തെ സംബന്ധിച്ച 1ാമത്തെ നിയമം അനുസരിച്ച് ഒരു വസ്തു ഒരിടത്ത് വെച്ചാൽ അവിടെ ഇരിക്കും. അതുകൊണ്ടാണ് മോഹനേട്ടൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ച ഈ ഡയറി ഇവിടെ തന്നെ ഇരുന്നു പോയത്. എന്നിട്ട് ഡയറി എടുത്തു മാറ്റിയത് ഞാനാണെന്ന് പറഞ്ഞ് എന്റെ മക്കിട്ട് കയറുക. അതിപ്പോ മനുഷ്യരാകുമ്പോ ചില കാര്യങ്ങളൊക്കെ മറന്നു വന്നിരിക്കും. എന്റെ ഈശ്വര, മറന്നു സമ്മതിച്ചല്ലോ. സാധാരണഗതിയിൽ ഞാനിതിവിടെ കൊണ്ടുവന്ന് വെച്ചെന്നായിരിക്കൂല പറയുക. അത് പോട്ടെ, തഹസിൽദാർ കൊടുക്കാനുള്ള പൈസ എവിടെ നിന്ന് കിട്ടിയെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞില്ലല്ലോ. ലോട്ടറി അടിച്ചോ അതോ മോഷ്ടിച്ചോ? ഞാൻ പറഞ്ഞല്ലോ ഭാമേ, പണം കൊടുക്കാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞ സ്ഥിതിക്ക് ഏത് വഴിക്കും ഞാൻ തഹസിൽദാർക്ക് പണം ഉണ്ടാക്കി കൊടുത്തിരിക്കും. മോഹനകൃഷ്ണന് വാക്കാണ് വലുത്. ആ വാക്ക് പാലിക്കാനായി മോഹനകൃഷ്ണൻ എന്തും ചെയ്യും. അയ്യോ, അങ്ങനെ എന്തും ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. സഹകരണ ബാങ്കിൽ ഇഷ്ടം പോലെ കാശ് കിടപ്പുണ്ടോ, അതുകൊണ്ട് തീർന്നാ പോരെ? അതെടുത്താനുള്ള നഷ്ടം എത്രയാണ് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. അങ്ങനെ ഒരു നഷ്ടം ഉണ്ടാകാതെ തന്നെ ഞാൻ തഹസിൽദാർക്ക് പൈസ കൊടുത്തു. നീ ഇപ്പൊ അത്ര അറിഞ്ഞാ മതി. ഞാൻ കുളിക്കാൻ പോവാ. കുളിച്ചിട്ട് വരുമ്പോഴേക്കും കഴിക്കാനെടുത്ത് വെക്കണം. എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. വില്ലേജ് ഓഫീസർ ആ കാശുണ്ടാക്കിയത് എങ്ങനെയാണെന്ന് അറിഞ്ഞേ പറ്റൂ. ഭാമേ, ആദ്യമായിട്ടാണല്ലോ തഹസിൽദാർ എന്നോട് ഇങ്ങനെ ഒരു ആവശ്യം പറയുന്നത്. അപ്പോ ഞാനത് ചെയ്യാതിരിക്കുന്നത് മോശമല്ലേ? എങ്ങനെയെങ്കിലും നമുക്ക് ആ പൈസ കൊടുക്കണം. അതിനുള്ള വഴി ഞാൻ പറഞ്ഞില്ലേ മോഹനേട്ടാ. സഹകരണ ബാങ്കിലെ പൈസ എടുക്ക്. പക്ഷെ മോഹനോട് സമ്മതിക്കുന്നില്ലല്ലോ. ഞാൻ വെറുതെ സമ്മതിക്കാതല്ലോ. ഒരുപാട് പൈസ നഷ്ടം വരും. എന്നാ പിന്നെ പൈസ കൊടുക്കണ്ടെന്ന്. അത് പറ്റില്ല. ഞാൻ ആ പൈസ കൊടുക്കാറുന്ന തഹസിൽദാർ എന്നെ പറ്റി എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാൻ? സത്യപാലൻ എന്നോട് പൈസ ചോദിച്ചിട്ട് ഞാൻ കൊടുക്കാതിരുന്നപ്പോ സത്യപാലനൊന്നും വിചാരിച്ചില്ലല്ലോ അല്ലേ? സത്യപാലനെ പോലാണോ തഹസിൽദാർ?
സത്യപാലനല്ല തഹസിൽദാർ. പക്ഷേ തഹസിൽദാർ സഹപ്രവർത്തനായ മോഹനേട്ടനോട് പൈസ ചോദിച്ചതുപോലെയാണ് സത്യപാലൻ കൂടെ ജോലി ചെയ്യുന്ന എന്നോട് പൈസ ചോദിച്ചത്. നീ ഒന്നും മനസ്സ് വെച്ചാ തഹസിൽദാർക്ക് പൈസ കൊടുക്കാൻ പറ്റും? ഞാനോ? ഞാൻ മനസ്സ് വെച്ചിട്ട് എന്താ കാര്യം? എന്റെ 10 പൈസ പോലും ഇല്ല. മോഹനേട്ടനെ പോലെ ബാങ്ക് ബാലൻസും എനിക്കില്ലേ. നിന്റെ ഈ വള നീ എപ്പോഴും ഉപയോഗിക്കാറില്ലല്ലോ. 2 ആഴ്ചത്തേക്ക് ഇത് പണയം വെച്ചാലോ? എങ്ങനെ 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 എങ്ങനെ? അല്ല, 2 ആഴ്ച കഴിയുമ്പോഴേക്കും സഹകരണ ബാങ്കിൽ നിക്ഷേപത്തിന്റെ കാലാവധി കഴിയും. അപ്പോ മുഴുവൻ പലിശയോടെ കാശ് കിട്ടും. നിന്റെ വള പണയത്തിന് എടുക്കുകയും ചെയ്യാം. ബുദ്ധി ഗംഭീരമായിട്ടുണ്ട്. തഹസിൽദാർക്ക് വായ്പ കൊടുക്കാൻ എന്റെ വള പണയം വെക്കുക. 2 ആഴ്ച ഞാൻ ഈ വള ഇല്ലാതെ നടക്കണം. അത് നടക്കൂല. ഒരു കാര്യമുണ്ടല്ലോ ഞാനിങ്ങനെ പറയുന്നത്. എന്ത് കാര്യം മോഹനേട്ടാ? ഒരൊറ്റ കാര്യമുള്ളൂ. മോഹനേട്ടന് കൈ നനയാതെ മീൻ പിടിക്കണം. സഹകരണ ബാങ്കിലെ പലിശ മുഴുവൻ കിട്ടുകയും വേണം, തഹസിൽദാർക്ക് കാശ് കൊടുക്കുകയും വേണം. ആ കളി നടക്കില്ല മോഹനേട്ടാ. അങ്ങനെ പണയം വെക്കാമായിരുന്നെങ്കിൽ സത്യപാലിന് 20,000 രൂപ ചോദിച്ചപ്പോ ഞാൻ ഈ വള പണയം വെക്കില്ലായിരുന്നു. അങ്ങനെ എന്റെ സ്വർണം പണയം വെച്ച് മോഹനേട്ട സാറ് മിടുക്കനാവണ്ട. മോഹനേട്ടാ, അങ്ങനെ പണയം വെക്കാനാണെങ്കിൽ മോഹനേട്ട ഒരു മോതിരം ഇവിടെ ഇരിപ്പില്ലേ? അതെടുത്ത് പണയം വെക്കുകയോ ചെയ്യേ. പക്ഷെ ആ മോതിരം അമ്മ തന്നല്ലേ? അമ്മ താൻ എങ്ങനെ പണയം വെക്കുന്നത്? അയ്യോ, ഈ വള എനിക്ക് എന്റെ അച്ഛൻ വാങ്ങി തന്നതാ. അച്ഛൻ എന്നൊരു സാധനം എങ്ങനെയാ മോഹനേട്ട പണയം വെക്ക? മോഹനേട്ടന്റെ സൗകര്യത്തിന് മോഹനേട്ടൻ കൊണ്ടു നടക്കുന്ന ആ എക്കണോമിക്സ് ഇവിടെ ചെലവാകില്ല. എന്റെ വള ഞാൻ തരില്ല. വേണ്ട. അല്ലെങ്കിലും എനിക്കൊരു ആവശ്യം വരുമ്പോ നീ സഹായിക്കില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു. നീ നോക്കിയോ പാവ, എങ്ങനെയും ഞാൻ തഹസിൽദാർക്ക് പണം കൊടുക്കും. സഹകരണ ബാങ്കിലെ പൈസ എടുക്കാതെ തന്നെ ഞാൻ കൊടുക്കും. അയ്യോ, മോഷ്ടിക്കോ? വേണ്ടത് അതും ചെയ്യും. നിന്റെ അച്ഛൻ നന്ന ഈ വളയം കെട്ടിപ്പിടിച്ചിവിടെ ഇരുന്നോ. എത്ര നാൾ നീ ഇങ്ങനെ ഇരിക്കുന്നു എനിക്കൊന്ന് കാണണം. നാട്ടില് മുഴുവൻ കള്ളന്മാരുള്ള കാല. സൂക്ഷിച്ചോ. അയ്യോ, ഒരു അപകടം മുണക്കുന്നുണ്ടല്ലോ. ഞാനറിയാതെ വില്ലേജ് ഓഫീസർ ആ വള അടിച്ചു മാറ്റിയോ? ആള് മോഹനേട്ടനായോണ്ട് അതും ചെയ്യും, അതിനപ്പുറം ചെയ്യും. എന്റെ ഈശ്വരാ, വള ഇവിടെ. ഞാനത് ഇവിടെയാണല്ലോ വെച്ചത്. കൊള്ളാം. ഞാനറിയാതെ എന്റെ വള പണയം വെച്ച് തഹസിൽദാർക്ക് കാശ് കൊടുത്ത് അങ്ങയുടെ മുന്നിൽ ആളാവുക. സാറിനെയും വെച്ചിട്ടുണ്ട്. നമസ്കാരം വക്കീലെ. നമ്മുടെ പെയിന്റർ ചന്ദ്രൻകുട്ടിയെ പോലീസ് പിടിച്ചു. എങ്ങനെയെങ്കിലും ഒന്ന് ജാമ്യത്തിൽ ഇറക്കണം. എന്താ കേസ്? കഴിഞ്ഞ ആഴ്ച പ്രഭാരം കോൺട്രാക്ടർ വീട്ടില് രാത്രി മോഷണം നടന്നില്ലേ? അത് പോലീസ് അന്വേഷിക്കായിരുന്നു. 3-4 മാസം മുമ്പ് ചന്ദ്രൻകുട്ടിയായിരുന്നു പ്രഭാരം കോൺട്രാക്ടറുടെ വീട് പെയിന്റ് ചെയ്തതേ. വീടിനെ പറ്റി നല്ല ധാരണയുള്ള ആളായിരിക്കും കള്ളനെന്നും പറഞ്ഞ് പോലീസുകാർ ചന്ദ്രൻകുട്ടിയെ നോട്ട് ഇട്ടു. ഇന്നലെ രാത്രി പൊക്കിക്കൊണ്ട് പോവുകയും ചെയ്ത്. ചന്ദ്രൻകുട്ടിയുടെ കേസ് അവിടെ നിൽക്കട്ടെ. ഇവിടെ നടന്നൊരു മോഷണത്തിന്റെ കേസാണല്ലോ ആദ്യം തീർക്കേണ്ടത്. ഇവിടെ മോഷണോ? എപ്പോ? ആര്? പറഞ്ഞു വരുമ്പോ മോഷണം എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഇന്നലെ രാവിലെ മോഹനേട്ടൻ എന്നോട് പറഞ്ഞു തഹസിൽദാർക്ക് ഒരു 50,000 രൂപ കൊടുക്കണം. അതിന് ഞാൻ എന്റെ 2 പവന്റെ 2 വള പണയം വെക്കാൻ കൊടുക്കണമെന്ന്. ഞാൻ പറഞ്ഞു നടക്കില്ല, ബാങ്കിൽ കിടക്കുന്ന പൈസ എടുത്തു കൊടുക്കാൻ. മോഹനേട്ടൻ സമ്മതിക്കുന്നില്ല. കാലാവധി തീരാത്ത ഫിക്സഡ് ഡിപ്പോസിറ്റ് പിൻവലിച്ചാൽ നഷ്ടം വരുമെന്ന് എന്നോട് പറഞ്ഞു. ആ പ്രശ്നം അവിടെ തീർന്നെന്നാ ഞാൻ കരുതിയത്. ഇന്ന് തഹസിൽദാർ വിളിച്ച് നന്ദി പറയുമ്പോഴല്ലേ കാശ് മോഹനേട്ടൻ കൊടുത്ത കാര്യം ഞാൻ അറിയുന്നത്. പൈസ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഒരുമാതിരി അഴകുഴ വർത്താനം എന്നോട് പറഞ്ഞു. മോഹനേട്ടൻ വിചാരിച്ചാൽ വിചാരിക്കുന്ന പോലെ നടക്കുമെന്നൊക്കെ. എനിക്ക് അപ്പോഴേ സംശയമായതാ. ഞാൻ ചെന്ന് നോക്കിയപ്പോ എന്റെ 2 വള വില്ലേജ് ഓഫീസർ അടിച്ചു മാറ്റിയിരിക്കുന്നു. ഇത് മോഷണമല്ലേ ഉത്തമ? അല്ല, ഇത് സാറ് സാറ് കുളിക്കുന്നു. കുളിച്ചിട്ടും കൊണ്ട് വരട്ടെ. വില്ലേജ് ഓഫീസർക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. സ്വന്തം മേലുദ്യോഗസ്ഥന് കാശ് കട കൊടുക്കാനായി ഭാര്യയുടെ വള മോഷ്ടിക്കുക. ഇമാതിരി സംഭവം ഉത്തമ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതല്ല വക്കീലേ, ഇതിനിപ്പോ ഒരു മോഷണം എന്ന് പറയാൻ പറ്റൂലല്ലോ.
വീട്ടിലിരിക്കുന്ന ഒരു സാധനം വീട്ടുകാരൻ തന്നെ എടുത്താൽ അതെങ്ങനെയാണ് മോഷണമാവുന്നത്? പക്ഷേ ഈ വള എന്റേതാണല്ലോ. എന്റെ വള എന്റെ അനുവാദമില്ലാതെ എടുക്കുന്നത് മോഷണം തന്നെയാണ്. എന്റെ കൂടെ ജോലി ചെയ്യുന്ന സത്യപാലൻ എന്നോട് 20,000 രൂപ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇല്ല എന്ന്. കാരണം എന്താ? എന്താ? വില്ലേജ് ഓഫീസർ സമ്മതിക്കില്ല എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട്. പക്ഷേ മോഹനേട്ടൻ തഹസിൽദാർക്ക് ഒരാവശ്യം വന്നപ്പോ എന്റെ വള എടുത്ത് പണയം വെച്ചു. അത് ശരിയാവില്ലല്ലോ. എന്താ? ഉത്തമ ഒരു വിട്ട് ഞാനിപ്പോ വരാം. ഇങ്ങോട്ട് പെരുമാറുന്ന പോലെ ആണല്ലോ അങ്ങോട്ടും പെരുമാറേണ്ടത്. ശരിയാക്കി തരാം. ഉത്തമ, 1.5 പവന്റെ മോതിരയില് ഇത് പണയം വെച്ചാ 20,000 രൂപ കിട്ടും. അത് കൊണ്ടുപോയി സത്യവാലം വക്കീലിന് കൊടുക്കണം. ഞാൻ തന്നാന്ന് പറഞ്ഞാൽ മതി. ഇതാരുടെ മോതിരം വക്കീല്? മോഹനേട്ടന്റെ. ഇത് പിടിച്ചേ, ഇതങ്ങോട്ട് പിടിച്ചേ. വക്കീല് മോഹനേട്ടൻ സാറിനോടുള്ള വാശിയുടെ പുറത്ത് ഇതെടുത്ത് എന്റെ കൈ തരും. വക്കീലിന്റെ വാക്കും കേട്ട് ഞാനിത് കൊണ്ടുപോയി പണയം വെക്കും. സംഭവം അറിയുമ്പോ സാറ് എനിക്കെതിരെ കേസും കൊടുക്കും, ഞാൻ അകത്താമേ ചെയ്യും. അതുകൊണ്ട് എന്റെ ഞാൻ ഇല്ലേ. എങ്ങനെ കേസ് കൊടുക്കാനാണ് ഉത്തമ? എന്റെ വള മോഹനേട്ടന് പണയം വെക്കാമെങ്കിൽ മോഹനേട്ടന്റെ മോതിരം എനിക്ക് പണയം വെക്കാം. അത് ശരിയാവില്ല. ഉത്തമൻ ഒന്നുകൊണ്ട് പേടിക്കട്ടെ, ഞാനല്ലേ തരുന്നത്. ഇനിയിപ്പോ വില്ലേജ് ഓഫീസർ ചോദിച്ചാലും ഞാൻ പറയൂലോ മോതിരം തന്നത് ഞാനാണെന്ന്. പിന്നെന്താ കുഴപ്പം? എന്നാലും ശരിയാവില്ല വക്കീലെ. നിങ്ങൾ തമ്മിലുള്ള വാശിയുടെ ഇടയിൽ വെറുതെ എന്റെ തടി അടക്കാൻ ഞാനില്ല. അതുകൊണ്ടാണ്. ചന്ദ്രൻകുട്ടിയെ ജാമത്തിലിറക്കാൻ ഞാൻ വരണോ വേണ്ടയോ? വക്കീലെ, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഞാൻ ഈ മോതിരം പണയം വെച്ച് കഴിഞ്ഞാൽ എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ വക്കീല് വരേണ്ടി വരും. അതുകൊണ്ടാണെന്നേ. അങ്ങനൊന്നും ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞില്ലേ. ഉത്തമനെ ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോ. ഇത് കൊണ്ടുപോയി പണയം വെച്ച് സത്യപാലന്റെ അടുത്ത് കാശ് കൊണ്ടുപോയി കൊടുത്തിട്ട് ഉത്തമൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നേക്ക്. ഞാൻ അവിടെ ഉണ്ടാവും. ചന്ദ്രൻകുട്ടി നമുക്ക് ജാമത്തിൽ ഇറക്കണ്ടേ? എന്നാലും വക്കീൽ അത് ശരിയാവോ? ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന്. ഉത്തമൻ ഐസക് ന്യൂട്ടന്റെ ചലനത്തെ സംബന്ധിച്ച 3ാമത്തെ നിയമം പഠിച്ചിട്ടുണ്ടോ? ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction എന്നതാണ് പ്രമാണം. ഒരു പ്രവൃത്തിക്ക് അതിന് തുല്യവും എന്നാൽ നേരെ വിപരീതവുമായ ഒരു പ്രതിപ്രവൃത്തി ഉണ്ടാവും. മോഹനേട്ടൻ എന്റെ വള പണയം വെച്ച് തഹസിൽദാർക്ക് കാശ് കൊടുത്തു. ഞാൻ മോഹനേട്ടന്റെ മോതിരം പണയം വെച്ച് സത്യപാലന് കാശ് കൊടുക്കുന്നു. ഐസക് ന്യൂട്ടൻ പറഞ്ഞതുപോലെ നടക്കുന്നു. എനിക്ക് ഐസകിനെ ന്യൂട്ടനെ ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, സംഗതി ഇത് കുഴപ്പമാണെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. വക്കീല് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചോക്കെ. ഇത് വേണോ? ഇത് വേണം. എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു സഹായം ചെയ്യാൻ ഉത്തമൻ തയ്യാറായില്ലെങ്കിൽ മേലിൽ എന്റെ ഒരു സഹായം ചോദിച്ചു ഉത്തമൻ ഇങ്ങോട്ട് വരാനും പാടില്ല. അല്ല വക്കീല, അങ്ങനെ പറയരുത്. പറ്റൂല്ലോ? ഇപ്പൊ പറ. പറ്റും. പക്ഷെ ഇത് ഞാനാണ് ചെയ്തതെന്ന് വക്കീല് സാറിന്റെ അടുത്ത് പറയരുത്. ഞാൻ പറയില്ല. ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പാണ്. ഇതാ ഉത്തമൻ ധൈര്യമായിട്ട് പോകും. അപ്പോ 10 മണിക്ക് പോലീസ് സ്റ്റേഷൻ കാണാം. പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഒന്നും ഉണ്ടാവില്ലെന്ന്. ഈശ്വരാ, ഒന്നും സംഭവിക്കല്ലേ. ന്യൂട്ടന്റെ ചലനത്തെ സംബന്ധിച്ച നിയമങ്ങൾ ഇന്ന് ഞാൻ വില്ലേജ് ഓഫീസറെ പഠിപ്പിച്ചു കൊടുക്കാം. സത്യപാല സത്യഭാമയാണ്. സത്യപാലൻ ഇന്നലെ ചോദിച്ച പൈസ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. 1 മണിക്കൂർ കഴിയുമ്പോ ഉത്തമൻ കൊണ്ടുവന്നു തരും. അതൊക്കെ ഞാൻ ഒപ്പിച്ചു. ഈ ഐസക് ന്യൂട്ടന്റെ ചലനത്തെ സംബന്ധിച്ച് 3ാമത്തെ നിയമം സത്യപാലൻ അറിയാമോ? ഫോർ എവറി ആക്ഷൻ there is an equal and opposite reaction. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന്. ഞാൻ വിളിക്കാം. ഓക്കെ. ഇങ്ങനെയാണ് ഇതിന്റെ അർത്ഥം എനിക്കറിയില്ലായിരുന്നു. ഓരോ കാര്യത്തിന്റെ അർത്ഥങ്ങൾ അതിന്റെ സാഹചര്യം അനുസരിച്ച് മാറുമല്ലോ മോഹനേട്ടാ. ഞാൻ നിന്നോട് ന്യൂട്ടന്റെ ചലനത്തെ സംബന്ധിച്ചുള്ള 1ാമത്തെ നിയമത്തെ കുറിച്ച് പറഞ്ഞോളാം. ഒരു വസ്തു ഒരു സ്ഥലത്ത് വെച്ചാൽ അത് അവിടെ തന്നെ ഇരിക്കുമെന്ന്. പക്ഷേ ഒരിടത്തിരിക്കുന്ന ഒരു സാധനം പുറത്തു നിന്ന് ബലം പ്രയോഗിക്കപ്പെട്ടാൽ ആ സ്ഥാനം മാറും. ഞാൻ പറഞ്ഞില്ലേ? ഇത് കണ്ടോ? നിന്റെ അച്ഛൻ വാങ്ങിത്തന്നു പറഞ്ഞ് എനിക്ക് പണയം വെക്കാൻ തരാതിരുന്ന നിന്റെ വള കുളിമുറിയിലെ ജനാലപ്പടിയിൽ ഇരിക്കുന്നു. നീ മറന്നു വെച്ചതാവും. ന്യൂട്ടൻ പറഞ്ഞതുപോലെ ഇത് അവിടെ തന്നെ ഇരുന്നു. പക്ഷേ ഏതെങ്കിലും ഒരാൾ ജനാലയ്ക്കുള്ളിലൂടെ കൈയിട്ട് ഇതെടുത്തിരുന്നെങ്കിലോ? പുറത്തു നിന്ന് ബലം പ്രയോഗിക്കപ്പെട്ടിരുന്നെങ്കിൽ നിന്റെ ഈ വള കള്ളന്മാര് കൊണ്ടുപോയാൽ. അങ്ങനെ സംഭവിച്ചാൽ നീ പറയും എന്റെ നാവ് ഫലിച്ചാണെന്ന്.
ഇത് കള്ളം കൊണ്ടുപോകുന്നു ഞാനിതെല്ലാം പറഞ്ഞു പോയല്ലോ. അപ്പോ മോഹനേട്ടൻ ഈ വള എടുത്തില്ലായിരുന്നു, പിന്നെ തലസാർക്ക് ഇങ്ങനെ പൈസ കൊടുത്തത്? സഹകരണ ബാങ്കിലെ സ്ഥിര നിക്ഷേപത്തിൽ നിന്ന് നിക്ഷേപം പിൻവലിക്കാതെ ലോൺ എടുക്കാനുള്ള വകുപ്പുണ്ട്. ചെറിയ പലിശയാവൂ. ആ വഴിക്ക് ഒരു 50,000 രൂപ എടുത്തു. അല്ലെങ്കിൽ തന്നെ നിന്റെ അച്ഛൻ വാങ്ങുന്ന ഒരു വസ്തു ഞാൻ പണയം വെക്കുന്നത് ശരിയല്ലല്ലോ. അതെ, ഒരു ചെറിയ അബദ്ധം പറ്റിയെന്നൊരു സംശയം. ഈ വള കാണാതെ വന്നപ്പോ മോഹനേട്ടൻ അടിച്ചു മാറ്റുകയെന്ന് കരുതി മോഹനേട്ടന്റെ മോതിരം ഞാൻ ഉത്തമന്റെ ഈ പണയം വെക്കാൻ കൊടുത്തു. അയ്യോ, സോറി സോറി സോറി. പേടിക്കണ്ട, ബാങ്ക് തുറക്കാൻ നേരം ആയില്ലല്ലോ. ഉത്തമനെ വിളിച്ച് പണയം വെക്കണ്ടെന്ന് ഞാൻ പറഞ്ഞോളാം. അപ്പൊ പിന്നെ പ്രശ്നം തീർന്നില്ലേ? ഒരു ഡയറി എവിടെയോ വെച്ച് മറന്നു പോയതിന് എന്നെ കുറ്റം പറഞ്ഞ നീ 2 സ്വർണവള എവിടെയോ വെച്ച് മറന്നുപോയി. അത് പോരാഞ്ഞ് ഞാനത് മോഷ്ടിച്ചുകൊണ്ടുവെന്ന് കരുതി. ഒരു അബദ്ധം പറ്റിപ്പോയതാന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്? പറയാം, ഉത്തരം വിളിക്കാൻ നോക്ക്. എനിക്ക് എന്റെ അമ്മ എന്ന മോതിരം അത്. ആ ഒരു വസ്തു ഒരിടത്ത് വച്ചാൽ അവിടെ തന്നെ ഇരിക്കുമെന്നും ചെയ്യുന്ന സകല പ്രവൃത്തികൾക്കും കിട്ടേണ്ടത് തിരിച്ചു കിട്ടുമെന്നും ഐസക് ന്യൂട്ടൻ ജനിക്കുന്നതിന് മുമ്പേ നമുക്കറിയാവുന്നതാണ്. സത്യഭാമയ്ക്ക് ആ ഓർമ്മ ഇല്ലാതായി പോയതാണ് ഇവിടെ കുഴപ്പമായത്. എന്തായാലും ഈ പ്രശ്നങ്ങൾ കലങ്ങി തെളിഞ്ഞ നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.